നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഡേ 2 നമ്മൾ വാരണാസിയിലേക്ക് പോകുന്നതിൻ്റെ ഡേ 2 ആണ്. 6 മണി സമയമായി. ഞാനും വേറെ റെഡി ആയിട്ടുണ്ട്. ഏട്ടൻ കുളിക്കാൻ കയറി. ഇനി അടുത്ത സ്ഥലം എന്ന് പറയുന്നത് ഹൈദരാബാദാണ്. ഹൈദരാബാദിൽ നിന്ന് ഇന്നത്തെ സ്റ്റേ ഹൈദരാബാദാണ്. ഹൈദരാബാദിൽ നിന്ന് നമ്മൾ നേരെ സിയോണി എന്ന് പറഞ്ഞുള്ള സ്ഥലത്ത് പോകും. സിയോണി പോയിട്ടാണ് നെക്സ്റ്റ് ഡേ ആണ് വാരണാസി എത്തുന്നത്. 4 days വേണം നമുക്ക് വാരണാസി എത്താനായിട്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ റെഡിയായി പാക്ക് ചെയ്ത് നമ്മളിത് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും പോയാലോ. എൻ്റെ ഫേസിൻ്റെ കാര്യം വളരെ ദയനീയമാണ്. ഇന്നിപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് 2-3 ദിവസം ഇങ്ങനെ ഉണ്ടാവും. സാധാരണ എൻ്റെ 2 കവിളിലുമാണ് ഇങ്ങനെ തടിച്ച് പൊങ്ങി കുരുക്കളൊക്കെ വരാറുണ്ട്. ഇതിപ്പോൾ കുരുവല്ല കേട്ടോ, ഇങ്ങനെ തടിച്ച് പൊങ്ങി നിൽക്കുന്നതാണ്. ഇന്നിപ്പോൾ ഇപ്രാവശ്യം നെറ്റിയിലാണ് കുറച്ച് കൂടുതൽ കാണിച്ചിട്ടുള്ളത്. എന്തായാലും വേണ്ടിയില്ലാത്ത പണിയായിരുന്നു എന്നിപ്പോൾ മനസ്സിലായി. അവർ പറഞ്ഞു ചെയ്യണ്ടെന്ന് ഞാൻ നിർബന്ധിച്ച് ചെയ്തതാണ് കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ ത്രെഡ് ചെയ്തപ്പോഴേ എൻ്റെ സ്കിന്ന് സെൻസിറ്റീവ് ആണെന്ന് അവർക്ക് അറിയാം. അതുകൊണ്ട് വാക്സ് ചെയ്യണ്ടെന്ന് പറയും. പക്ഷെ ഞാൻ നിർബന്ധിച്ച് എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തതാണ്. ഇന്നലെ അമ്മ വിളിച്ചിട്ട് കുറേ വഴക്ക് പറഞ്ഞു. നിനക്ക് വേറെ പണിയൊന്നുമില്ല, നല്ലൊരു മോന്ത, എന്തൊക്കെ കാട്ടിക്കൂട്ടണം എന്നൊക്കെ ചോദിച്ച് കുറേ വഴക്ക് പറഞ്ഞു കേട്ടോ. എന്തായാലും പണി കിട്ടി. 2 ദിവസത്തേക്ക് കാണും. വാരണാസി എത്തുമ്പോൾ ഇതൊന്ന് കുറഞ്ഞാൽ മതി. നല്ല ഫോട്ടോസൊക്കെ എടുക്കണ്ടേ നമുക്ക്. പോണ്ടേ വേണ്ടേ? വണ്ടി കൂടെ നോങ്ങണ്ടേ? ഇവിടെ കിടന്നുറങ്ങാം അല്ലേ? ഓക്കെ, നമ്മൾ ചെക്കൗട്ട് ആയിട്ടുണ്ട്. 6:30 ആയി. ഇനി നേരെ ഹൈദരാബാദ്. വേദയാണ് ലിഫ്റ്റ് ഓപ്പറേറ്ററൊക്കെ. അതിലെങ്ങാനും നമ്മൾ കൈ വെച്ചാൽ തീർന്നു. കറക്റ്റ് 6:30 ആയപ്പോൾ നമ്മൾ യാത്ര തിരിച്ചിട്ടുണ്ട്. സേലം ആണെങ്കിൽ തന്നെയും ചെറിയ തണുപ്പും ചെറിയ മഞ്ഞും ഒക്കെ ഉണ്ട് കേട്ടോ. കൊള്ളാം, നല്ല ക്ലൈമറ്റ്. അങ്ങോട്ട് ഭീകര തണുപ്പായിരിക്കും. അടുത്ത പരിപാടി ഏട്ടൻ ചായ കുടിച്ചാ? ഇനി ചായ കുടിക്കാൻ നിർത്തണം? എനിക്ക് നിർബന്ധമില്ല. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഒരു ചായ മതി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഇറങ്ങാം. അത്യാവശ്യം മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ അത് ക്യാമറയിൽ വിസിബിൾ ആവുന്നില്ല. ഇപ്പോൾ നമ്മൾ കേരളത്തിലും ഈ ഒരു മഞ്ഞ് നമ്മൾ വെളുപ്പിനെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവും കേട്ടോ. ഇത് തമിഴ്നാട്ടിൽ മാത്രമായിരിക്കില്ല, പക്ഷെ അങ്ങോട്ട് ചെല്ലുമ്പോൾ വൈകുന്നേരം വരെ ഈ മഞ്ഞായിരിക്കും. ഓക്കെ, എന്തായാലും കൊള്ളാം. നല്ല ഇവിടെയൊക്കെ നല്ല മഞ്ഞുണ്ട്. കേരളത്തിലും ഇതായിരിക്കും കേട്ടോ. നമ്മൾ അങ്ങനെ വെളുപ്പിന് സഞ്ചരിച്ച് പോയില്ലല്ലോ അതിനുശേഷം. ഇവിടെയൊക്കെ നല്ല മഞ്ഞ്. ഓരോ ജംഗ്ഷൻ കണക്കാക്കിയാണ് മഞ്ഞ് കൂടുതലും കുറവും കേട്ടോ. മഴ പോലെ ചില സമയങ്ങളിൽ. വേദ കിടന്നു കേട്ടോ. പിന്നെ പാവം 5 മണിയായപ്പോഴേ എഴുന്നേറ്റ്. 5:30 അവളെ എഴുന്നേറ്റ് റെഡിയായി. അതിനൊന്നും വേറെ ബുദ്ധിമുട്ടില്ല. എന്തായാലും അവൾ കിടന്നു. മണിക്കൂർ 1 നമ്മളിതേ ഒരു വിൻഡ് മില്ലിൻ്റെ ലീഫും കൊണ്ട് 2 വണ്ടികൾ ഫ്രണ്ടേ പോവുക കേട്ടോ. അത് നീളം എന്ന് പറഞ്ഞാൽ ഭയങ്കര നീളത്തിന് കിടക്കുകയാണേ. ഇപ്പം നമ്മൾ ജസ്റ്റ് 1 മണിക്കൂർ കൊണ്ട് അവർ വിടുന്നില്ല. അതിൻ്റെ പുറകെ 3 വണ്ടികൾ ബ്ലോക്ക് ചെയ്ത് പോകുന്നു. 2 വണ്ടികൾ ഫ്രണ്ടേ പോവുകയാണ്. അപ്പം കയറി പോകാൻ പറ്റാതെ വളവും തിരിവൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. കണ്ടോ, ഇത് വിൻഡ് മില്ലിൻ്റെ ലീഫാണ്. ഫ്രണ്ടിലും ഒരു വണ്ടി ഇതുപോലെ പോകുന്നുണ്ട്. എത്ര വണ്ടികൾ ബ്ലോക്കായി കിടക്കുന്നു എന്നറിയാം ഈ സമയത്ത് അവരിതും കൊണ്ട് ഇറങ്ങിയേക്കുന്നത്. ആ ഫ്രണ്ടിൽ 3 കാറ് ബ്ലോക്ക് ചെയ്ത് പോവാണ്. അവർ കയറ്റി വിടുന്നില്ല. കയറ്റി വിടാത്തത് ഇത്രയും നീളമുള്ള വണ്ടി ആയതുകൊണ്ട് വളവൊക്കെ ആട്ടോ, ചെറിയ കയറ്റമൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും നീളമുള്ള വണ്ടി ആയതുകൊണ്ട് ഉദ്ദേശിക്കും പോലെ വളഞ്ഞ് തിരിഞ്ഞ് വരില്ല. അപ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്താൽ നമുക്കും ബുദ്ധിമുട്ട്, അവർക്കും ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് അവർ കയറ്റി വിടുന്നുമില്ല, നമുക്ക് പോകാനും പറ്റുന്നില്ല. നമ്മളത് ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. 1 മണിക്കൂറായി. ഇപ്പോൾ നമ്മൾ ഏകദേശം എവിടെയെങ്കിലും എത്തിയാൻ. താരം മനോജ് കുമാർ അതിനെ അതിഗംഭീരമായിട്ട് ഓവർടേക്ക് ചെയ്ത് നമ്മളെന്തേ ആ ചേട്ടനും കൂടെ ഓവർടേക്ക് ചെയ്ത് പോവാണ്. ഇനി 1 കൂടി ഫ്രണ്ടിലുണ്ട്, അതിനെ കാണാനില്ല. എവിടെയെങ്കിലും ഡൈവേർട്ടായി പോയാൽ ഇനി അതിനെ കൂടെ ഓവർടേക്ക് ചെയ്ത് നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ. കാണാനില്ല കേട്ടോ. അതെവിടെ വേറെ എവിടെയോ കിടക്കുന്ന എല്ലാം വിൻഡ് മിൽ ലീഫ്. ഇത്രയും നീളം ഉള്ളതുകൊണ്ടാണ് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് റോഡ് കിട്ടിയപ്പോൾ അതിഗംഭീരമായിട്ട് ആ ചേട്ടൻ കുറേ ചീത്തയാക്കന്മാരെ വിളിച്ചിട്ട് പോകണമുണ്ട്. സത്യമായിട്ടുള്ള കാര്യം കേട്ടോ. ഈ ഒരു സമയത്ത് ഇങ്ങനെ എടുത്തോണ്ട് കയറുന്നത് വളരെ അത് നമ്മൾ കൂടെ വന്നതാണ്. വേണ്ടോ, വളരെ മോശമല്ലേ ഈ സമയത്ത്. ഞാൻ നാഷണൽ ഹൈവേയുടെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്യാൻ തരുന്നു. പക്ഷേ സ്ഥലം എവിടെയാണെന്ന് ഒരു ഐഡിയ ഇല്ല. അല്ലെങ്കിൽ വിളിച്ച കംപ്ലൈൻറ്റ് കാരണം ഈ ഒരു സമയത്ത് ഇത് കൊണ്ടിങ്ങനെ ഈ റോഡിൽ ഇത്രയും പേരെ ബുദ്ധിമുട്ടിച്ച് പോകുന്നത് മോശമല്ലേ. നമ്മളിങ്ങനെയൊക്കെ യാത്ര പോകുമ്പോൾ എന്തെല്ലാം പുതിയ കാര്യങ്ങൾ, കാഴ്ചകൾ അറിയാൻ പറ്റുന്നു, കാണാൻ പറ്റുന്നു. ഇപ്പോൾ തന്നെ ഞാൻ ഫാസ്ടാഗിൻ്റെ കാര്യം പറഞ്ഞാൽ നല്ലൊരു ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യമല്ലേ. രാജ്മാർഗ് യാത്ര എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പാട്ടോ. ഇന്നലെ പറഞ്ഞപ്പോൾ ക്ലിയർ ആയില്ല. അതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ കണ്ടില്ലേ വിൻഡ് മില്ലിൻ്റെ കാഴ്ചയൊക്കെ. ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത് വിൻഡ് മില്ലിൻ്റെ ലീഫ്
നമ്മളിങ്ങനെ ഒന്ന് കറങ്ങണ കാണുമ്പോൾ ഇത്രയും വലിപ്പമുള്ളതാണെന്ന് അറിയില്ല. അപ്പോൾ കണ്ടപ്പോഴാണ് ഇത്രയും നീളമുള്ള സാധനമാണോ വിൻവിൻ്റെ ലീഫ് എന്നൊക്കെ തോന്നും. അതുപോലെ പല പല കാഴ്ചകൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയപ്പോൾ നിറയെ കടുക് പാടമായിരുന്നേ. അതെന്ത് സാധനമാണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോയിൽ കാണിച്ചപ്പോഴാണ് അറിയാമെന്നുള്ളവർ കമൻറ്റ് ചെയ്തത് അത് കടുകിൻ്റെ പൂവാണ് മഞ്ഞ കളറിൽ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞൂടാത്തത്, പുതിയ പുതിയ അറിവുകൾ പല സ്ഥലത്ത് പോകുമ്പോഴും ഇപ്പോൾ നമ്മൾ വീഡിയോ കൂടി ഇടുന്നത് കൊണ്ട് അറിഞ്ഞൂടാത്ത കാര്യം അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ നമുക്ക് ആൾക്കാരുണ്ട്. ആ സ്റ്റേറ്റിൽ താമസിക്കുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് അതിനെപ്പറ്റി നല്ല ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ചില ഫുഡുകൾ മാപ്പ് ഇട്ടേക്കാട്ടോ, ചില ഫുഡുകൾ നമുക്ക് അറിയില്ല എന്താണെന്നുള്ളത്, അതിൻ്റെ കാണിക്കുമ്പോൾ അതിനും കമൻറ്റ് ചെയ്യും ഇതാണ് സാധനം എന്നുള്ളത്. അപ്പം നമുക്കത് മനസ്സിലാക്കാൻ പറ്റും, പഠിക്കാൻ പറ്റും, അറിയാൻ പറ്റും. ഇപ്പം ഞാനൊരു സാധാരണ വ്യക്തിയായിരുന്നെങ്കിൽ ഇത് നമുക്കറിയില്ല, അതറിയില്ല തന്നെ, ചോദിച്ച് മനസ്സിലാക്കാനും ആളില്ല. പക്ഷെ ഇപ്പൊ യൂട്യൂബൂടെ ഉള്ളതുകൊണ്ട് വലിയൊരു സന്തോഷമാണ് ഇങ്ങനെ പല കാര്യങ്ങളും അറിയാനും കേൾക്കാനും പലർക്കും പറഞ്ഞു തരാനും പറ്റുന്നുള്ളത്. വളരെ സന്തോഷമുള്ളൊരു കാര്യമായിട്ട്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോ എടുത്താലും ഈ സാധനം അടച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ സംസാരിക്കൂല കേട്ടോ. അപ്പം ഇങ്ങനെ ഒക്കെ പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമല്ലേ. നമ്മൾ കൃഷ്ണഗിരി കഴിഞ്ഞ് ബാംഗ്ലൂർ റോഡ് കയറിയിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അങ്ങോട്ട് പോയിട്ട് കിട്ടിയില്ലെങ്കിലും ബുദ്ധിമുട്ട്. അങ്ങനെ ഹോട്ടൽ ശരവണ ഭവനിൽ വന്നിട്ടുണ്ട്. എനിക്ക് ഇഡ്ഡലി മതി. വേദയ്ക്കോ? വേദ ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റ് ചവിട്ടൂല, കോലം ഇട്ട് ചെയ്യണം. എന്തോന്ന് സ്നാക്സ് ഷോപ്പ് കണ്ടു വന്ന്. ആഹാ, തൊപ്പി ദോശ അമ്മ ഉണ്ടാക്കി തന്നില്ലെങ്കിൽ എന്ത്, നിറയെ ചട്നീസൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് സാമ്പാർ ഇഡ്ഡലി ഇഷ്ടമാണ്. പൊടി ഇഡ്ഡലി വാങ്ങിക്കാനുള്ളായിരുന്നു ഏട്ടൻ മസാല, മൈസൂർ മസാല. കൊള്ളാം സാമ്പാർ ഇഡ്ഡലി. ദോശ നിന്നെ കുറച്ച് ടേസ്റ്റ് ചെയ്തോ. നീ എന്തായാലും അത്രയും കഴിക്കില്ലല്ല. നല്ല ഗീടയൊക്കെ ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം. അയ്യോ, 2 ഇഡ്ഡലി ഉണ്ടോ? എനിക്ക് ഒരെണ്ണം മതി. കൈ കൊണ്ട് എടുത്ത് കഴിക്കുക, അതാണ് എൻ്റെ ഒരു സുഖം. നെയ്യിൽ വെച്ചിരിക്കുന്നുണ്ടേ, എടുത്ത് കഴിക്കാൻ പാട്. ചട്നി ഇഷ്ടമായില്ല, സാമ്പാർ. ചേട്ടൻ്റെ മൈസൂർ അങ്ങനെ ഒരു വട കൂടെ കൊടുക്കണേ. ഒരു വട കൊടുക്കും. മൈസൂർ ദോശ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഞാൻ. അല്ല, ഒന്ന് ചുവന്ന കളറിലൊക്കെ ഇരിക്കണം കേട്ടോ. അല്ല എന്താ ചില്ലി അത് നിറച്ച് മസാല, നല്ല മസാല. ആ ഭംഗി പോണ്ടെന്ന് വെച്ചാൽ ഞാൻ ഓപ്പൺ ചെയ്യാത്ത. കൊള്ളാം. എന്തോ ഒരു സ്പെഷ്യൽ മസാല അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതാ ഭംഗി പോണ്ടെന്ന് വെച്ചാൽ. ഓക്കെ, മസാല ഈ ഇത് ഒരു ഗാർലിക്കിൻ്റെ ഒക്കെ ടേസ്റ്റ്, നല്ല ടേസ്റ്റ് കേട്ടോ. എനിക്കിഷ്ടമായത് മതി. ഞാൻ ഏതാണ്ട് ഇഡ്ഡലി കഴിക്കാം. കൊള്ളാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഞാൻ കഴിച്ചില്ല ടൊമാറ്റോ ചട്നി എന്ന് പറഞ്ഞ ചട്നി. എന്തോ ചട്നി എന്ന്, മുള്ളങ്ക ചട്നി എന്ന്. എനിക്കൊന്ന് റാഡിഷാണെന്ന് തോന്നുന്നത്. വേദ അവിടെ കിടന്ന് അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞ ബഹളം. അപ്പോൾ എൻ്റെ പോട്ടിൽ വെള്ളമൊക്കെ വാങ്ങി. നമ്മൾ ഇപ്രാവശ്യം ഞാൻ വെള്ളം കൊണ്ടുവന്നില്ല. കുപ്പികൾ കൊണ്ടുവന്നാൽ കൊണ്ടുപോകാൻ പാട്, അതുകൊണ്ട് കൊണ്ടുവന്നില്ല. എന്ത് വാങ്ങണ്ട? നിൻ്റെ ബിസ്കോ കൊള്ളാമോ എന്താ അറിഞ്ഞൂട. വേണ്ട, ആ ന്യൂട്രലൊക്കെ ഇരിക്കല്ലേ കാറിൽ. ഇത് ഇവിടെ ഒന്നുമില്ല, നമുക്കെല്ലാം വേറെ ഇവിടെ നിന്ന് വാങ്ങിക്കാം. ഇതൊന്നും വേണ്ട, കളർഫുള്ളായിട്ട് ഇരിക്കുന്ന സാധനങ്ങളെ വേണ്ടി. സ്പ്രിങ്കിൾസ് വേണോ? ഏത് വേണം? ഇഞ്ചക്ഷൻ എടുക്ക, പെട്ടെന്നാവട്ടെ. ഒരു ചോക്ലേറ്റ് എவ்வளோ? പോവാം. ഭക്ഷണം കഴിച്ചു. ഇനി ഒരു ഉറങ്ങാം. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ കറക്റ്റ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമാവും. അപ്പം നമ്മൾ ബാംഗ്ലൂർ എത്താറായി. ഹൊസൂർ എത്താറായി.
സ്റ്റിൽ തമിഴ്നാട് ബോർഡൊക്കെയാണ് കാണുന്നത്. അപ്പം തമിഴ്നാട് ബോർഡറിൽ നിൽക്കുന്നതേ ഉള്ളൂ. അപ്പം ഞാനൊരു ഉറങ്ങി എഴുന്നേക്കുമ്പോൾ അടുത്ത നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള സമയമാവും. അപ്പോൾ കാണാം. പട്ടിഷോ ചുമയൊന്നും അങ്ങനെ മരുന്ന് കുടിക്കണത് ഞാൻ ഉറങ്ങുന്നില്ല ഗൈസ്. നമ്മൾ വഴി തെറ്റിപ്പോയി. നമ്മൾ കൃഷ്ണഗിരി എന്നല്ലേ റൈറ്റ് തിരിഞ്ഞാണ് എപ്പോഴും പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ബാംഗ്ലൂർ വഴി പോവാന്ന് പറഞ്ഞ് നേരെ വന്നു. അപ്പോൾ ബാംഗ്ലൂർ വഴി പോണത് നമുക്ക് ഹൈദരാബാദ് ടച്ച് ചെയ്യില്ല, മഹാരാഷ്ട്ര വഴിയാണ് നമ്മൾ പോകുന്നത്. മധ്യപ്രദേശ്. കൊച്ചുകുട്ടി എന്നൊക്കെ ആക്കി കുടിക്കാൻ. അപ്പോൾ നോക്കിയപ്പോൾ ദൂരം കൂടുതൽ. പിന്നെ ബാംഗ്ലൂർ എത്തുന്നതിന് മുന്നേ കട്ട് ചെയ്ത് റൈറ്റ് കയറി ഒരു വഴി കൂടെ ഒക്കെ പോകണം. അപ്പോൾ വഴി തെറ്റിയതുകൊണ്ട് ഉറങ്ങാൻ പറ്റിയില്ല. ഇന്നത്തെ ദിവസം പോയി കിട്ടി. റോഡ് മാറി ഫുൾ ഇവിടെ ലെവൽ ക്രോസ് ഒക്കെ വന്ന് കുറച്ച് സമയത്ത് ഇവിടെ കിടക്കുകയാണേ. ആ സമയം ബേക്കിൽ ഇരുന്ന് ബിസ്ക്കറ്റ് എടുത്തുകൊണ്ട് വെച്ച് കഴിക്കുന്നത്. ഏതാ രാവിലെ വാങ്ങിയ ശാമ്പ്രാണി തിരി കഴിക്കണം. കൊള്ളാം അവിടെ. അത് ഇങ്ങണ്ട ഇത് മതി. വേദ എപ്പോഴും നോക്കിയിരിക്കുന്ന ഒരു സ്ഥലമാണിത്. ക്യൂബ് ഫുഡ് പ്ലാസ. ഒരു ഫുഡ് പ്ലാസയാണ്. അപ്പോൾ നമുക്ക് ലഞ്ച് ടൈമായി കഴിക്കാനായിട്ട് കയറുകയാണേ. ഇവിടെ ബ്രോസ്റ്റഡ് KFC ഉണ്ട്, പിസ്സ ഉണ്ട്, ബിരിയാണി ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ഒരു ഫുഡ് പ്ലാസ, ഫുഡ് മോളാണ്. അപ്പോൾ KFC ഒക്കെ ഉണ്ട്. KFC ഒക്കെ ഞാൻ പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോയി മടുക്കുമ്പോൾ കഴിക്കാം, നമുക്ക് ഇന്നിപ്പോൾ വേറെ എന്തെങ്കിലും വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞ് വന്നു. അകത്ത് എന്താണുള്ളതെന്ന് അറിയില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് പോയാൽ ഡാബകൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഇത് കണ്ടതുകൊണ്ട് വേദ എപ്പോഴും കയറണമെന്ന് പറയുന്നതുകൊണ്ട് കയറി. പിന്നെ ഇന്നിവിടെ നമ്മൾ നോൺ വെജ് കഴിക്കത്തുള്ളൂ. നാളെ മുതൽ നോൺ വെജ് ഒന്നും കഴിക്കത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കാമെന്ന് കരുതി. ഇത് KFC ആണെന്ന് അല്ലല്ലേ? അല്ല, ബിരിയാണി. ഇവിടെ നൂഡിൽസ് ഒക്കെ ഉണ്ട്. നോക്കട്ടെ, നിനക്ക് എന്ത് വേണം? ബിരിയാണിയാണ് ഇപ്പം നോക്കാമെന്ന് കരുതിയത്. കോംബോ ഒന്നും വേണ്ടടാ. അല്ല, ബിരിയാണിയുടെ മണം വരുന്നുണ്ട്. കോംബോ അല്ലാത്തതില്ലേ? ഇത് ഹൈദരാബാദി ബിരിയാണിയാണ്. ഹൈദരാബാദ് ബിരിയാണി, ദിണ്ടിഗൽ ബിരിയാണി, തമിഴ് സ്റ്റൈൽ ബിരിയാണി. തമിഴ് സ്റ്റൈൽ. बासमती चिट्टमूर्तल बिरयानी में स्मॉल राइस वन मेंबर्स हो मैं बिरयानी മതിയാ? പിസ്സ അങ്ങനെ എന്തെങ്കിലും മതിയല്ല? നൂഡിൽസ് ഉണ്ടോ? നൂഡിൽസ് ഇട്ടാ नूडल्स रोटी करी 39 मिलेगा. रोटी करी ഉണ്ട് വേണോ? കറി ദാൽ കറി വെജ് പോലാവ് കടായി രണ്ടെണ്ണം വാങ്ങിച്ചാൽ പോരെ? നമുക്ക് എന്നിട്ട് ഷെയർ ചെയ്തിട്ട് വേണം. 2 ചിക്കൻ ബിരിയാണി നോക്കട്ടെ, ക്വാണ്ടിറ്റി നോക്കിയിട്ട്. This is combo में chicken biryani 4 kebab pieces and boiled egg 1 and lime soda. 4 പീസസാ? ഒരു കോംബോയും ഒരു ചിക്കൻ ബിരിയാണി. 1 combo 1 chicken. ഇതിൽ how many pieces? No, 1 pieces I am biryani chicken pieces में but extra 4 kebab pieces I am. Some more pieces. Yeah. Okay. ഇത് രണ്ടെണ്ണം പറഞ്ഞോ. അപ്പം 2 കോംബോ. 2 combos. മട്ടൺ വേണോ? 480 Mutton ഇല്ലേ? ഓക്കെ ഓക്കെ. ലൈം ജ്യൂസ് കൂടെ ഇതിൻ്റെ കൂടെ കോംബോ ഉണ്ട്. അത് സോൾട്ട് വേണോ സ്വീറ്റ് വേണോ എന്ന് ചോദിച്ചതാ. ഒരു പ്ലേറ്റ്. YouTube name. ഓക്കെ ഓക്കെ. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരൊക്കെ അവർ ചോദിക്കുകയാണ്. എനിക്കും വേദയ്ക്കും 50-50 ആണ്. ഇങ്ങോട്ട് വേണമെന്നാ വേണ്ടെന്നാ? ഓ, ഇത് ചിക്കൻ ഇല്ലേ? ഉണ്ട്. ഇവിടെ എല്ലാം ഒരു പീസ് ചിക്കനെ കൊടുക്കുള്ളൂ കേട്ടാ. സോറി എൻ്റെ തട്ടിയിട്ട് അതിൽ നിന്ന് എടുക്കാടാ. ചിക്കൻ പീസ് അടിയിലായിപ്പോയി.
മുട്ട ഞാൻ കഴിക്കും. ഒരു പീസ് ഇത് കഴിച്ചു നോക്കട്ടെ ഞാൻ. ചൂടുണ്ട്. പിന്നെ ഓക്കെ ഓക്കെ ഇത്ര കഴിക്കും നീ, അത് കഴിക്കും. മുട്ട ഞാൻ എടുത്തോളാം. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ദിണ്ടുക്കൽ ബിരിയാണി എന്നാണ് പറഞ്ഞത്. ഇന്നലെ നമ്മൾ കഴിച്ച വേലു ബിരിയാണിയുടെ അത്രയും ഒത്തിട്ടില്ല, അത്ര പോരാ. ഭയങ്കര ഉപ്പായിരുന്നു ബിരിയാണി, കൊള്ളില്ലായിരുന്നു. ഫ്രൈ കൊള്ളായിരുന്നു. ഐസ്ക്രീം ആണോ? ചോക്ലേറ്റ് ആണ്. അവിടെ ഐസ്ക്രീം ഉണ്ടായിരുന്നു. ഐസ്ക്രീം ഒക്കെ വാങ്ങാമെന്നും പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഫുഡ് ബിരിയാണി കൊള്ളില്ല, നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്തു. പിന്നെ വാങ്ങിയില്ല. വഴക്കൊന്നും ഉണ്ടാക്കിയില്ല. ഐസ്ക്രീം ഉണ്ടാകുന്നത് ഇല്ല. അപ്പോൾ ഇനി നേരെ ഹൈദരാബാദ് ഇറങ്ങി പോകുന്ന വഴിക്ക് ഒരു ഇറാനി ടീ ഒക്കെ കുടിക്കണം. എന്നടാ വേണ്ടേ? സൺഗ്ലാസസ് എടുത്തില്ല, അതാ അവിടെ കൊണ്ട് ഇനി എവിടെയൊക്കെ വെക്കണ്ടെന്ന് എഴുതിയാണ് വണ്ടിക്കകത്ത് വെച്ചിട്ട് വന്ന്. ഭയങ്കര വെയിലും. ഉച്ച ഉറക്കം കഴിഞ്ഞ് ഉച്ച ഭക്ഷണം കഴിഞ്ഞ് സുഖമായിട്ടൊരു ഉറക്കം ഇറങ്ങി എണീറ്റ് നോക്കിയപ്പോൾ അവിടെ പെട്രോൾ പമ്പിൽ കയറി ഉറക്കം പോയി. ഇവിടെ കർണാടക ആണെന്ന് തോന്നുന്നത്. 109 രൂപ കേട്ടോ പെട്രോളിന്. നമ്മളവിടെ 108, 107. തമിഴ്നാട്ടിൽ 103 ഉള്ളൂ. പിന്നെ അത്യാവശ്യം 101. അന്നൊക്കെ കർണാടക ആന്ധ്രയാ? ആന്ധ്ര. കാർഡ് കൊടുക്കാം അല്ലേ? കാർഡ്. അടുത്തിനി ചായ കുടിക്കുക. ഉച്ച ഭക്ഷണം കഴിച്ചു, ഉറങ്ങി, എണീറ്റു. ഇനി ചായ കുടിക്കുക. 267 കിലോമീറ്റർ ഹൈദരാബാദ്. ആക്ച്വലി നമ്മൾ ഹൈദരാബാദ് കഴിഞ്ഞിട്ട് സെക്കന്ദരാബാദിനടുത്താണ് റൂം എടുക്കുന്നത് കേട്ടോ. നമ്മളെപ്പോഴും സ്ഥിരം എടുക്കാറുള്ള അവിടെയാണ് എടുക്കുന്നത്. 10 മണിയൊക്കെ ആവും തോന്നുന്നു അവിടെ എത്തുമ്പോൾ. അറിഞ്ഞൂടാ. ചാമ്പ്യൻ ഡ്രൈവർ മനോജ് കുമാറിൻ്റെ ഡ്രൈവ് പോലെ ഇരിക്കും. ഒത്തിച്ച് ഇവിടെ തന്നെ ഉറങ്ങി എണീക്കുമ്പോൾ ഓരോ സ്റ്റേറ്റ് കഴിയും കേട്ടോ. കർണാടകയിലായിരുന്നു. ഉറങ്ങി എണീറ്റപ്പോഴേക്കും ആന്ധ്രാപ്രദേശ് എത്തി. കർണാടകയിൽ 103 ഉണ്ടായിരുന്നുള്ളൂ പെട്രോളിന്. ഇവിടെ 109 പെട്രോളിന്. UP-യിൽ കുറവാണ്. തെലുങ്കാനയിൽ എങ്ങനെയാണെന്ന് അറിയില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ എത്രയും ആയതുകൊണ്ട് കുറച്ചേ അടിച്ചുള്ളൂ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല ഈ സ്ഥലം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുംഭമേളയ്ക്ക് പോയപ്പോൾ രാത്രി റൂം ഒന്നും കിട്ടാതെ വന്ന് ഈ ഒരു ലോഡ്ജിൽ വന്നിട്ടാണ് റൂം എടുത്തത്. അത്യാവശ്യം നല്ല റൂമായിരുന്നു, റേറ്റും ഒക്കെ കുറവായിരുന്നു. എന്നിട്ട് രാവിലെ ഇറങ്ങി ഈ കഫേയിൽ ഇറങ്ങിയിട്ടാണ് നമ്മൾ ചായ കുടിച്ചിട്ട് പോയത്. ഞാൻ ബ്ലാക്ക് കോഫിയാണ് കുടിച്ചത്, വിത്തൗട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ യാദർശികമായിട്ട് നിർത്തിയിട്ട് നോക്കിയപ്പോൾ അന്ന് താമസിച്ചിരുന്ന അതേ ഹോട്ടലിൽ. അപ്പോൾ ഇവിടെ കയറി ചായ കുടിച്ചിട്ട് പോവാന്ന് എഴുതാ. വേസ്റ്റ് ബിൻ ബൂസ്റ്റ്, ഹോർലിക്സ് ഒക്കെ ഉണ്ട്. ബദാം ടീ, ഗ്രീൻ ടീ. ടീ ഇരിക്കാ? ബദാം ടീ. ബൂസ്റ്റ് ഉണ്ടോ? ബൂസ്റ്റ്, ഹോർലിക്സ് ഒക്കെ ഉണ്ട്. ഏത് വേണം? ചായ വേണോ? എന്താണ്? ചായ വന്നിട്ടുണ്ടേ. നല്ല സൂപ്പർ ഗ്ലാസ്. അച്ഛൻ്റെ മോളും കൂടി ടോയ്ലറ്റിൽ പോയിരിക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ ഗ്ലാസ് കാണാനായിട്ട്. കുടിച്ചു നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഇറാനി ടീ നോക്കി വന്നതാണ്. ഈ ഹൈദരാബാദ് ഇങ്ങോട്ടേക്കൊക്കെ വരുമ്പോൾ ഇറാനി ടീ ശരിക്കും ഉണ്ട് കേട്ടോ. മിക്കവാറും നമ്മൾ ഇറാനി ടീ ആണ് കുടിക്കാറും. നോക്കി വന്നതുകൊണ്ടാവാം ഇന്ന് കണ്ടില്ല. അപ്പോൾ പിന്നെ 5 മണിയൊക്കെ കഴിഞ്ഞു ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്നല്ലേ. പക്ഷെ നല്ല ചായ കേട്ടോ, സൂപ്പർ. നല്ല കട്ടിപ്പാലിൽ നല്ല കടുപ്പത്തിന്. നമ്മളെ കേരളത്തിലെങ്ങും കിട്ടില്ല ഈ ഒരു ചായ. ഇങ്ങോട്ടേക്കൊക്കെ വന്ന ചായ നല്ല ടേസ്റ്റാണ്. നോർത്തിലോട്ട് പോയാൽ നാളെ മുതൽ ഇഞ്ചി ചായ ആയിരിക്കും. ഇഞ്ചി ചായയും മധുരവും, കട്ട മധുരവും. ഇഞ്ചി എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് ചായക്ക് 1 കിലോ ഇഞ്ചിയാണ് അതിൽ ചതച്ചിടുന്നത്. പക്ഷേ ഈ ചായ സൂപ്പർ, എനിക്ക് ഇഷ്ടമായി. നമ്മൾ ഇറാനി ടീ ഒക്കെ കുടിക്കുന്നൊരു ടേസ്റ്റ് ഉണ്ട്. വേദയെ കൊണ്ട് ഒരു ഇതില്ല കേട്ടോ. എവിടെ ഇറങ്ങിയാലും എന്തെങ്കിലും വാങ്ങിച്ചോളണം. ഇപ്പൊ വേദയുടെ മുഖത്ത് ചിരി നോക്കാം. എല്ലാവരും പറയണേ വേദ ചിരിക്കുന്നില്ല. ചിരിച്ച് കാണിച്ചോടും. സാധനം കിട്ടിൻ്റെ സന്തോഷമാണ്.
നമ്മൾ ഇതുപോലുള്ള യാത്രകളിൽ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വൃത്തിക്കുറവ് നല്ല രീതിയിൽ തന്നെ ഉണ്ട്. പക്ഷെ നമുക്ക് പോയല്ലേ പറ്റത്തുള്ളൂ. പെട്രോൾ പമ്പുകളിലെല്ലാം ഉണ്ടാവും ടോയ്ലറ്റ്സ്, അവിടെ കയറും. അല്ലെങ്കിൽ ഇതുപോലെ കോഫി ഏരിയ, റെസ്റ്റ് ഏരിയ ഒക്കെ ഉണ്ടാവും, അവിടെയൊക്കെ ടോയ്ലറ്റ്സ് ഉണ്ടാവും. ഒന്നിനും വൃത്തി ഉണ്ടാവില്ല, എങ്കിലും നമുക്ക് പോയല്ലേ പറ്റും, അതുകൊണ്ട് നമ്മൾ പോകും. അങ്ങനെയാണ് ഇങ്ങനെയുള്ള ദൂരയാത്രകളിലെല്ലാം നമ്മൾ മാനേജ് ചെയ്യുന്നത്. കൂടുതലും പെട്രോൾ പമ്പ് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. ചില പമ്പിലൊക്കെ നല്ല ക്ലീൻ ആയിരിക്കും കേട്ടോ, ചിലയിടത്തൊക്കെ ഭയങ്കര മോശമായിരിക്കും. ഇപ്പോൾ ഇവിടെ ഒരു ടോയ്ലറ്റ് ഏരിയ ഉണ്ടായിരുന്നു, അവിടെ കയറി ഞാനും വേദയും ടോയ്ലറ്റിൽ പോയായിരുന്നു. അത്ര വൃത്തി ഉണ്ടായിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല. ചായയുടെ എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ഹൈദരാബാദല്ല, ആക്ച്വലി സെക്കന്ദരാബാദ്. കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ഇനി ഒരു 200 കിലോമീറ്റേഴ്സ് ഇല്ല, 150 സംതിങ്ങേ ഉള്ളൂ. നമ്മളിന്ന് നേരത്തെ എത്തും. എനിക്കിൻ്റെ വീഡിയോ ഒക്കെ ചെന്നിട്ട് വേണം എഡിറ്റ് ചെയ്യാനായിട്ട്. നമ്മൾ ഹൈദരാബാദ് കഴിഞ്ഞിട്ട് റൂം എടുത്തു. സ്ഥിരം എടുക്കാറുള്ള നവ്യ ഗ്രാൻഡ് ഹോട്ടൽ. എന്നെ ഫുഡ് കഴിച്ചിട്ട് റൂമിലോട്ട് പോകുന്നതായിരുന്നു. തണുപ്പ് തുടങ്ങി മക്കളെ. അപ്പോൾ നമ്മൾ കഴിക്കാനായിട്ട് ഇറങ്ങി. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏത് സ്ഥലമാണെന്ന് ചോദിച്ചാൽ ഹൈദരാബാദ് നമ്മുടെ നെഹ്റു റിംഗ് റോഡൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. നവ്യ ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നല്ലൊരു ഹോട്ടലാട്ടോ. നമുക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. എപ്പോഴും വന്നാലും ഇവിടെ തന്നെയാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ലൈറ്റായിട്ട് സത്യമായിട്ടും വയറിൽ കഴിക്കാൻ വിശപ്പുണ്ട്, അധികം കഴിക്കണമെന്ന് ആർക്കുമില്ല. അപ്പോൾ ഞങ്ങൾ ലൈറ്റായിട്ട് കഴിക്കാനായിട്ട് ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കുടിക്കാമെന്ന് കരുതി. ജ്യൂസ് വേണ്ട, ഇവിടുത്തെ വെള്ളം എങ്ങനെയാണെന്ന് അറിയില്ല. ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ കിട്ടുമെങ്കിൽ അങ്ങനെ വാങ്ങാമെന്നും പറഞ്ഞ് ഇറങ്ങിയത് കേട്ടോ. എന്നിട്ട് റൂം കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. മക്കളൊന്ന് ദോശ കഴിക്കാമെന്ന് കരുതിയുടെ നമ്മളിവിടെ ഒരു കടയിൽ കയറി, കുഞ്ഞു കടയിൽ കയറി ദോശ കഴിക്കാം. ദോശ കഴിക്കുമ്പോൾ എങ്ങനെ ജ്യൂസ് വെള്ളം അങ്ങനത്തെ ഇറങ്ങി വിടുക. ദോശ പറയട്ടാ, ഒരു ദോശ നമുക്ക് രണ്ടു കൂടെ കഴിക്കാം. ബിൽ എവിടെ? ദോശക്ക് ദോശ क्या ദോശ? ഓക്കെ ഓക്കെ. എന്ത് വേണം പറ. പിസ്സ ദോശ എങ്ങനെ വേണം? കൊള്ളാമോ എന്തോ. ഞാനും വേദയും കൂടി ഒരു ദോശ കഴിക്കാമെന്ന് കരുതി. ഏട്ടനൊരു ദോശയും പറഞ്ഞു, ഏട്ടനൊരു ബട്ടർ ദോശ, പ്ലെയിൻ ദോശ പറഞ്ഞു. എനിക്കും വേദയ്ക്കും ബട്ടർ ചീസ് ദോശയാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ എനിക്കതൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. ആണിയൻ ദോശ കഴിക്കാമെന്നാണ് കരുതിയത്. പക്ഷേ വേദയ്ക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ. പിന്നെ വേദയുടെ ഇഷ്ടത്തിനാണ് ദോശ പറഞ്ഞത്. ഒരുപാട് വെറൈറ്റി ദോശകൾ ഇവിടെ ഉണ്ട്. എല്ലാത്തിലും കുറച്ച് വെജീസൊക്കെ ആഡ് ചെയ്താണ് അവർ കൊടുക്കുന്നത്. കണ്ടിട്ടൊരു കുഞ്ഞു കടയായിട്ടാണ് തോന്നിയത്. ഫ്ലോപ്പായിരിക്കും എന്ന് പറയാണ് കയറിയത് കേട്ടോ. പക്ഷേ അവിടെ ഒരുപാട് വെറൈറ്റി ദോശകൾ കഴിക്കാനും ഒത്തിരി പേര് വന്നിരിപ്പുണ്ട്. അപ്പം മനസ്സിലായി അത്യാവശ്യം നല്ല കടയാണെന്നുള്ളത്. ചീസ് ദോശയായാലും സെഷ്വാൻ ദോശ, പിസ്സ ദോശ, അങ്ങനെ പല പല വെറൈറ്റിയിലുള്ള കുറേ ദോശസ് ഉണ്ട് കേട്ടോ. വെജിറ്റേറിയൻ ആണ്, ചിക്കൻ ഒന്നുമില്ല, എങ്കിലും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ജ്യൂസ് കുടിക്കാൻ വന്നതാണ് പൂവട്ടി. പക്ഷേ ഇവിടുത്തെ വെള്ളമൊന്നും നമുക്ക് വിശ്വസിച്ച് കുടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ ദോശയിലേക്ക് ഒതുക്കി. ഞാനും വേദയും കൂടെ ഒരു ദോശ. വേദ ഉറങ്ങി 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 വേദയ്ക്ക് വയ്യ. एक प्लेट നല്ല വലിയ ദോശ അല്ലേ? ഓ ദോശ, ക്രിസ്പി ദോശ. കൊള്ളാം. അത് പ്ലെയിൻ ബട്ടർ. ഓ പ്ലെയിൻ ബട്ടർ ദോശ വെച്ചിട്ട് അതിനകത്ത് എന്തൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. കൊള്ളാം, നല്ല മുരുമുരായിരിക്കും അല്ലേ? ചമ്മന്തി ഒന്നും വേണ്ട. പുറത്തിരുന്ന് പട്ടി ശല്യം, അങ്ങനെ അകത്തോട്ട് കയറി. ചീസ് ദോശ, ചീസ് ബട്ടർ ദോശ. എങ്ങനെ ഈ ദോശ ഇത്രയും കരിക്കുന്നു മുരിക്കുന്നു എന്നറിയില്ല. കണ്ടോ, ബ്രെഡ്, പഴം,
പിന്നെ 2 ഡ്രിങ്ക്സ് കൂടെ എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ നാളെ അങ്ങോട്ട് പോകുമ്പം ഇതാണ് കാലാവസ്ഥയെങ്കിൽ ഫുഡ് കിട്ടാൻ പാടായിരിക്കും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഇത് ഇങ്ങോട്ട് ഇവിടം കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കിട്ടിയില്ല. അതുകൊണ്ടാണ് കുറച്ച് സാധനം വാങ്ങിച്ച് സേഫ്റ്റി. നാളെ മിക്കവാറും ബ്രെഡും ജാമും പഴവുമായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ്. ഇതാണ് നമ്മുടെ റൂം. നല്ലതാട്ടോ. എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയൊന്നും ഞാൻ പറയില്ല. 1800 രൂപയുള്ള ഈ റൂമിന് നമുക്ക് ഒരു ദിവസം ഒരു നൈറ്റിന് സ്റ്റേ ആയതുകൊണ്ടാണ്. അതായത് നമ്മൾ എപ്പോഴും സ്ഥിരം പോകുമ്പോൾ ഇതുവഴി പാസ് ചെയ്ത് പോകുന്നു. ഒരു പ്രാവശ്യം എടുത്തു അറിയാം, പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടുത്തെ സർവീസൊക്കെ നല്ലതാണ്. അതുകൊണ്ട് പിന്നെ സ്ഥിരം വേറെ അന്വേഷണം നടക്കാണ്ട് കയറുന്നു എന്ന് മാത്രം. അപ്പോൾ എന്തായാലും ഡേ 2 കഴിഞ്ഞിരിക്കുകയാണ്. നാളെ നമ്മൾ ടു സിയോണിയിലാണ് നാളത്തെ സ്റ്റേ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് എൻ്റെ ചെയ്യാൻ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഡേ 3 ആയിട്ട് നമുക്ക് നാളെ കാണാം. ടാറ്റാ, ബൈ ബൈ.